ശ്രീ മനോരമ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ 2025 ആയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വേറെയും 3 പേർ കൂടി അദ്ദേഹത്തിനോടൊപ്പം അവസാന റൗണ്ടിൽ മത്സരിക്കാനുണ്ടായിരുന്നു. അതിൽ വിജയിച്ചയാൾ ശ്രീ സതീശനാണ്. അതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സർവേ മനോരമ നടത്തി. സി വോട്ടർമാർ അങ്ങനെ ഒരു പേരിലാണ് അത് നടത്തിയിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ പേരിപ്പോൾ ഓർക്കുന്നില്ല. അത് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്നും കണ്ടെത്തിയിരിക്കുകയാണ് മനോരമ. അതുപോലെ നരേന്ദ്രമോദിയുടെയും രാഹുലിൻ്റെയും ജനപിന്തുണ അതിനെക്കുറിച്ചും ഒക്കെ സർവേയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല സർ, ഈ മനോരമ ആയതുകൊണ്ടാണ്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? മനോരമ അപൂർവമായി സത്യം പറഞ്ഞ അനുഭവം എനിക്കറിയില്ല. പിന്നെ നിത്യവും മനോരമയിൽ സത്യസന്ധമായി വാർത്ത വരുന്ന ഒരു പേജിലേ ഉള്ളൂ. അത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ ചരമ പേജ്. അതിനകത്ത് അവർ കള്ളം പറയാറില്ല. ബാക്കി മൊത്തം കള്ളമാണ്, മൊത്തം കംപ്ലീറ്റ് കള്ളമാണ്. അപ്പോൾ അതിനകത്ത് ഈ ആരോ ഒരിക്കലെ ഒരു ആൾ എഴുതിയിരുന്നത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, 3 തരത്തിലുള്ള കള്ളങ്ങളുണ്ട്. ഒന്ന് നിർദോഷമായ കള്ളം, പച്ചക്കള്ളം, മൂന്നാമത്തെ കള്ളമാണ് സ്ഥിതിവിവര കണക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ മനോരമയുടെ കാര്യം എടുക്കുമ്പോൾ കള്ളവും പച്ചക്കള്ളും അഭിപ്രായ സർവേയുമാണ് ഈ മനോരമയ്ക്ക് ഇഷ്ടമുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാനിത് ചുമ്മാ ഒരു ആരോപണം മനോരമയ്ക്കെതിരെ ഞാൻ പറയുന്നത് ശരിയാണോ? അല്ലല്ലോ. ഞാൻ പറയണമ്പോൾ എന്തെങ്കിലും വസ്തുത വേണമല്ലോ. അതെ. ഈ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലയാള മനോരമ ഒരു സർവേ നടത്തി. തൃശ്ശൂരിൽ അവർ നടത്തിയ സർവേയിൽ അവർ കണ്ടെത്തിയത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോകും എന്നാണ് അവർ കണ്ടെത്തിയത്. 75,000 വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് മനോരമയുടെ സർവേയുടെ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലായല്ലോ. ഇതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അവർക്കൊരു കച്ചവടമാണ്. അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. മറ്റു പല കച്ചവടങ്ങളുടെയും കൂട്ടത്തിൽ ഒരു കച്ചവടം, ചേളാവ് കച്ചവടം പോലൊരു കച്ചവടം അല്ല. വേറെ മനോരമയ്ക്ക് എന്ത് കാര്യമാണ്? അല്ലാതെ പിന്നെ മനോരമ സത്യം പറയാൻ വന്ന പത്രമൊന്നും ആരെയും കരുതുന്നുണ്ടോ? പിന്നെ പാവപ്പെട്ട കുറേ ക്രിസ്ത്യാനികളെ ഇതിനകത്ത് സത്യം അച്ചടിച്ച് വരുന്നേ എന്ന് പറഞ്ഞ് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധ ഗ്രന്ഥമായിട്ട് അവർ വെച്ചിരിക്കുക. ഇപ്പോൾ അവർ മാറി. കുറേ കാലം മുമ്പ് ഒരു പള്ളിയിലെ പുരോഹിതൻ തന്നെ മനോരമ കൂട്ടിയിട്ട് കത്തിച്ച് കളയുന്നത് കണ്ടു. അപ്പം മനോരമയുടെ നിലവാരം അതേ ഉള്ളൂ. പിന്നെ ഈ പണ്ടൊരു ഈ ശ്രീനിവാസനും മോഹൻലാലും കൂടെ ചില സിനിമകൾ സത്യനന്ദിക്കാട് ചെയ്തിട്ടുണ്ട്. പക്ഷി നിരീക്ഷകനെ പിടിക്കാൻ പോയത്, പട്ടണപ്രവേശം. അതുപോലെ കള്ളക്കടത്തുകാരനെ പിടിക്കാൻ പോകുന്നത്. ഇങ്ങനെ മനോരമ സർവേയെക്കുറിച്ച് ശരിക്കെടുക്കാമെങ്കിൽ നല്ല ഒരു ചലച്ചിത്രത്തിനുള്ള ഒരു വസ്തുതയുണ്ട്. അതിനപ്പുറം ഇതിവൃത്തമുണ്ട്. കള്ളം മാത്രം പറഞ്ഞിട്ടുള്ള, കള്ളം മാത്രം പ്രവർത്തിച്ചിട്ടുള്ള, കള്ളം മാത്രം ചിന്തിച്ചിട്ടുള്ള ഒരു പത്രം സർവേ നടത്തിയാൽ അതിൻ്റെ പ്രോഡക്റ്റ് പച്ചക്കള്ളമാവില്ലേ? അതിനകത്ത് എന്താ വസ്തുതയാണ് ഇരിക്കുന്നത്? അപ്പോൾ അവർ കണ്ടെത്തൽ ആരെയും നോക്കിയിട്ട് എന്താണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ? ഈ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ ആയിട്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ വി.ഡി. സതീശനെ പിന്നെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയിട്ട് കണ്ടെത്തി. അപ്പോൾ അതിനകത്ത് കണ്ടെത്തിയ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെയല്ലേ, അങ്ങനെയല്ലേ ന്യൂസ് മേക്കർ വരുന്നത്. അദ്ദേഹത്തിന് കിട്ടിയത് 24.1%. പിണറായി വിജയന് കിട്ടിയത് 22.4%. അപ്പോൾ 2% താഴെ വ്യത്യാസമേ ഉള്ളൂ ഇവർ. അവിടെയാണ് സർ കൂടുതൽ നമുക്കൊരു സംശയം വരുന്നത്. ഈ വി.ഡി. സതീശന് കിട്ടിയത് 24.something എന്നുള്ളത് പിന്നെയും വിശ്വസിക്കാം. പക്ഷെ പിണറായി വിജയന് 22% പിന്തുണ കിട്ടി എന്നുള്ളത് ഇന്നത്തെ നിലയ്ക്ക് വിശ്വസിക്കാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഇനിയും 2 മാസത്തെ ഭരണം കൂടെ ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാശ് കിട്ടാനുണ്ട്. കൊടുത്ത അഡ്വർടൈസ്മെൻറ്റിൻ്റെ PRD എന്നത് കിട്ടണം. അത് കിട്ടി കഴിയുമ്പോൾ മാമച്ചാൻ കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ ശതമാനം കുറച്ചുകൊണ്ട് വരും. അത് കൈ കിട്ടണം. കിട്ടുന്നിടം വരെ നമുക്ക് ഇത്രയും പറഞ്ഞ് പിണറായി സ്തുതി പറഞ്ഞേ പറ്റും. പിന്നെ അവസാനം ഒരാളുടെ പേര് പറയുന്നത് ശശി തരൂരിന് 11%. ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ചർച്ചയിൽ വന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. ചില യൂട്യൂബുകാരിങ്ങനെ ഈ ദിവാസ്വപ്നം കാണുന്നല്ല, വേറെ കാര്യമില്ല. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല. വി.ഡി. സതീശനെ 24.1% എന്ന് അവർ പറയുമ്പോൾ എന്തുകൊണ്ട് ശശി തരൂരിനെ അവർ ഉൾപ്പെടുത്തി? എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞില്ല? അതൊരു ചോദ്യമാണ് അല്ലേ? അതെ. കാരണം വി.ഡി. സതീശനേക്കാൾ സീനിയറാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്.
എല്ലാം കൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരാളാണ്. മുൻ ആഭ്യന്തരമന്ത്രിയാണ്. സതീശൻ ഒരു തവണ പോലും മന്ത്രിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തരൂരിനെ ഇവർ കൊടുത്തു. എന്തിന് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി? ഇത് തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഈ സർവേ നടത്തി ഇവർ രമേശ് ചെന്നിത്തല ഉൾപ്പെടുത്തിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് 2% കിട്ടി എന്ന് പറഞ്ഞു. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, എത്ര ശതമാനം വേണമെങ്കിലും കിട്ടട്ടെ. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ എത്രയോ കാലമായി സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ വി ഡി സതീശനും ശശി തരൂരും പറയുമ്പോൾ യഥാർത്ഥ ശശി തരൂരിനെക്കാട്ടി മുന്നേ പറയേണ്ട പേര് രമേശ് ചെന്നിത്തലയുടേതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു സ്റ്റേജ് മാനേജ്ഡ് പ്രോഗ്രാമാണ്. എന്തുകൊണ്ട് 22% പിണറായി വിജയൻ വന്നെന്ന് ചോദിച്ചതിൻ്റെ മറുപടിയും ഞാൻ പറഞ്ഞു. ന്യൂസ് മേക്കറുടെ കാര്യം എനിക്കതേ പറയാനുള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ നരേന്ദ്രമോദിയും രാഹുലിനെയും കമ്പയർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് അതിൻ്റെ തൊട്ട് അത്ഭുതമില്ല. ഞാനതാ പറഞ്ഞത്. നരേന്ദ്രമോദിക്ക് 30.7%, അത് മോദി ജനപ്രീതിയുടെ കാര്യത്തിനകത്ത്. രാഹുൽ ഗാന്ധിക്ക് 48.5%. അപ്പം അഭിപ്രായമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് 20.8%. അപ്പോൾ മോദിയും രാഹുലിൽ ആരാ ജനപ്രിയം എന്നാ ചോദ്യം ചോദിച്ചു. പിന്നെ അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞത് 20.8%. പിന്നെ അവരോട് ചോദിക്കേണ്ട കാര്യമില്ല, പോട്ടെ, ഒരഭിപ്രായം ഇല്ല, രണ്ടുപേരും ഒരുപോലെയുള്ള 20.8% കരുതി തന്നെ വെച്ചു, എന്നാലും അഭിപ്രായമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇത് ഈ കണക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. മോദിയുടെ ഒരു 30% എന്നുള്ളത് 25-20% ആക്കണമായിരുന്നു. രാഹുൽജിയുടെ 48%, തൊട്ടടുത്ത് പ്രിയങ്കാജി 47.5%, അതിന് തൊട്ട് താഴെയായിട്ട് വാദ്രാജി, പിന്നെ വേണമെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് സോണിയാജിയെയും കൂടെ വെക്കാമായിരുന്നു. അത് വെച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രിയങ്കയുടെ മകനെ വെച്ചാൽ പ്രിയങ്കയുടെ റോഹൻ അതുകൊണ്ട് എന്താ അവർ വിട്ടുപോയി. അതുകൊണ്ട് അടുത്ത ഒരു അഭിപ്രായ സർവേ വരുമ്പോൾ ഇവരുടെയൊക്കെ താഴെ വേണം മോദിയെ വെക്കാൻ. മോദിക്ക് 30% ഒന്നും കൊടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. കാരണം മോദി ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് എങ്ങനെ മനോരമയ്ക്ക് മോദിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും? ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് 10 പൈസ ഇപ്പോൾ വരുന്നില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ പോയി നിർബന്ധിത മതപരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്രയും ക്രൂരകൃത്യം ചെയ്യുന്ന ഒരാൾക്ക് ആര് 30% കൊടുത്തു? രാഹുൽ ഗാന്ധിക്ക് അത് കൊടുത്തതിന് കാര്യമുണ്ടല്ല. മുൻ വർഷങ്ങളിൽ സാറ് രാഹുലിന് 60% മുകളിലായിരുന്നു, മോദിക്ക് ഏതാണ്ട് 20% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തോ ഇങ്ങനൊരു വ്യത്യാസം കാണുന്നുണ്ട്. മോദിക്കൊരു വളർച്ചയും രാഹുലിനൊരു തളർച്ചയാണ്. ഈ സർവേ പുറത്തു വന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി, ഇത് മനോരമയാണോ അതോ വേറെ വല്ല രമയോ ആണോ എന്നൊരു സംശയം തോന്നി. അത് ഞാൻ പറഞ്ഞു വന്നത്, ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവർ സർവേ നടത്തേണ്ടത് ഇങ്ങനെയായിരുന്നു. പ്രിയങ്കാജി, രാഹുൽജി, പിന്നെ സോണിയാജി, രാഹുൽജി, പ്രിയങ്കാജി, വാദ്രാജി, പിന്നെ എന്താ മകൾജി, അങ്ങനെ വെച്ചൊരു എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊണ്ട് മോദിയുടെ പേര് കുറെ കൂടെ ഭംഗി. അതെന്തുകൊണ്ടോ അവർ തെറ്റുപറ്റിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി വരുമല്ലോ, അടുത്ത പ്രാവശ്യത്തേക്ക് സർവേയിൽ വരുത്തുമ്പോൾ മോദിയുടെ മാർക്ക് കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കണം. കുറച്ചുകൂടെ കുറച്ചൊരു 10, 15, 12 ഒക്കെ ശതമാനമാക്കിയാൽ കുറെ കൂടെ ഭംഗിയായിരിക്കുന്നതാണ് മനോരമയോട് എനിക്ക് വളരെ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, ഈ പിന്നെ പ്രൈം മിനിസ്റ്റർ പ്രകടനത്തെക്കുറിച്ചാണ്. അത് വായിച്ചായിരുന്നു? ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. മോദിയുടെ പ്രകടനത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ 31%. 31.2% നല്ലതെന്ന് പറഞ്ഞത്. ശരാശരി മാർക്ക്, പാസ് മാർക്ക് കൊടുക്കാൻ 17.4%. പാസ് ജയിച്ചോട്ടെ, എങ്ങനെയും ജയിച്ചു, മോഡറേഷൻ കിട്ടിയിരിക്കുന്ന പാവം ജയിച്ചോട്ടെ. പക്ഷെ വളരെ മോശം 45.5%, വളരെ മോശം എന്ന് പറഞ്ഞു. അഭിപ്രായം ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. 5.9% അത് വിട്ടേച്ചാൽ മതി. അപ്പോൾ മോദിയെ നല്ലതെന്ന് പറയുന്ന ആളുകൾ 31%, നല്ലതെന്ന് പറയുന്നത് 31%, ശരാശരി എന്ന് പറയുന്നത് ഒരു 17%. മോദിയും രാഹുലും തമ്മിൽ ജനപ്രീതിയിൽ മോദി 30% വന്നു, 30.7% വന്നിട്ടുണ്ട്. നല്ലതെന്ന് പറയുന്നത് 31% വന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരൊരു സർവേ ഇനിയും നടത്തിയിട്ട് ഈ നല്ലതെന്ന് പറയുന്ന ആളുകളുടെ സംഖ്യ ഒന്ന് കുറച്ചുകൊണ്ട് വരണം. അത് കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ രാഹുൽജിയുടെ പിന്നെ ശതമാനം ഒന്ന് കൂട്ടണം. മോശം എന്ന് പറയുന്ന 45.5% അല്ലേ, അതൊരു 53-60% ആക്കിയുള്ള കുഴപ്പം എന്താ? 60% ആളുകൾക്ക് മോദിയെ വേണ്ടെന്ന് വയ്ക്കാമല്ലോ. തിരക്കുന്ന മനോരമയെ മാമച്ചായനാ തിരക്കുന്നതെന്ന് വിചാരിച്ചോണം. കുഞ്ഞു പുള്ളിയൊന്നുമല്ല, പുള്ളിയാ പോയി തിരക്കുന്നത്. പിന്നെ ആര് പറയും മോദി കൊള്ളാമെന്ന്? അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതായിരുന്നു. അതും കൂടെ ചെയ്തായിരുന്നെങ്കിൽ
കുറച്ചുകൂടെ ആ സർവേക്ക് ഒരു വിശ്വാസ്യത സർവേക്ക് കൂടുതലായി. വായിക്കുന്ന നമുക്കൊരു രസം വേണ്ടേ ആര്യ. പിന്നെ എന്തായാലും പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം, പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് ഇടത് ഭരണം തുടരണോ, അതും അഭിപ്രായ സർവേയിലുണ്ട്. ഇടത് ഭരണം തുടരണം എന്ന് പറഞ്ഞിരിക്കുന്നത് 40.3% ആളുകളാണ്. തുടരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 40% ആളുകൾ തുടരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായി. അതല്ല നമ്മുടെ PRD ഫണ്ട് ചെക്ക് റിലീസ് ചെയ്ത് വരാനുണ്ട്. അല്ലെങ്കിൽ ഇവർ 10 പൈസ കൊടുക്കാൻ പോയാൽ എന്ത് ചെയ്യും? അതെ, 10 പൈസ പോയാൽ കുത്തിച്ചാവുന്ന കക്ഷികളായി മനോരമ നടത്തുന്നത്. അപ്പോൾ പിന്നെ 40% അങ്ങനെ വന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, തുടരണമെന്ന് പറഞ്ഞതിനകത്ത്. പക്ഷെ തുടരരുത് എന്ന് പറയുന്നത് 53.7%. അപ്പോൾ ഏതാണ്ട് ഒരു 7% വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ 2 മാസത്തെ സമയം കൊണ്ട് മനോരമ ശ്രമിച്ചാൽ ഈ കുഴപ്പം മറികടന്നുകൂടെ? അതെ, മറികടക്കാം. കൃത്യമായിട്ട് PRDയുടെ ബില്ല് തീർത്താൽ അവർ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും അവർക്കത് കുറച്ചുകൂടെ പരിഗണിക്കാനെങ്കിലും. ഇല്ലെങ്കിൽ കുഴപ്പമാണെന്നുള്ളൊരു വാണിംഗ് കൂടാണ്. മനോരമയുടെ ഈ അഭിപ്രായ സർവേ വായിച്ചപ്പോഴേ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ ഓരോരോ ഐറ്റമായിട്ട് തിരിഞ്ഞപ്പോഴേ, പണ്ട് ഈ ബാംബു ബോയ്സ് മറ്റു സിനിമ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ? ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ചിരിക്കാം. ഈ സർവേ വായിച്ചപ്പോഴും ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ചിരിക്കുകയായിരുന്നു. മനോരമ ഇനിയും കൂടുതൽ സർവേ നടത്തട്ടെ, നമ്മളെ നന്നായിട്ട് ചിരിപ്പിക്കട്ടെ. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, ആയുസ് കൂട്ടുന്ന കാര്യം. അതുകൊണ്ട് മനോരമയുടെ ഇത്തരം കലാപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മലയാളികളുടെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടെങ്കിലും അത്രയെങ്കിലും മനോരമ എന്ത് ചെയ്താൽ നന്നായിരുന്നു. ഇനി 2-3 മാസം ഉണ്ടല്ലോ ഇലക്ഷൻ. അതിനിടെ കുറഞ്ഞൊരു 3 സർവേയെങ്കിലും. ഓരോ മാസം ഓരോ സർവേസ്. അല്ല, അവരങ്ങനെ പറയുന്നത് കേട്ടു ചർച്ചക്കിടയിൽ ചാനലിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഷാനി പ്രഭാകറാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടു, ഈ ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഈ ഓരോ വിഷയങ്ങളെ മുൻനിർത്തി, ആ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെ മുൻനിർത്തി സർവേകൾ നടത്തുന്നുണ്ട്. അതിൽ ജനങ്ങളുടെ അഭിപ്രായം എടുക്കുന്നുണ്ട്, പ്രേക്ഷകരുടെ അഭിപ്രായം എടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഷാനി പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു സർവേ വെച്ച് മിനിമം വരുമായിരിക്കും. അല്ല, വരാൻ വേണമെങ്കിൽ ഡെയിലി ചിട്ടി പോലെ. ഡെയിലി ചിട്ടി ഉണ്ട്, കേട്ടിട്ടുണ്ട്. അറിഞ്ഞുകൂടാ ഇപ്പോഴില്ല. ഡെയിലി ഫെയർ ഡീൽ മറ്റൊരു കൊണ്ടൊരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു നിക്ഷേപ തട്ടിപ്പ് നടത്തിയൊരു കമ്പനി. അതും മനോരമയുമായിട്ട് ബന്ധമുള്ളൊരു കമ്പനി ആയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ മനോരമ തന്നെ പണ്ടൊരു ചിട്ടി കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ അവരെ ദിവസവും പിന്നെ സർവേ നടത്തട്ടെ, സർവേയിലൂടെ ആളുകളെ പ്രബുദ്ധരാകട്ടെ. ഈ ചൊറിയാതെ വയ്യ എന്നുള്ള സ്ഥിതിയിൽ എത്തിയിരിക്കുന്ന ആളുകൾ ചൊറിയാതെ തന്നെ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളതൊക്കെ പോകട്ടെ, ജനങ്ങളതിൻ്റെ തരത്തിൽ എന്തായാലും ചിരിച്ചോട്ടെ. മനോരമ, എൻ്റെ വിനീതമായ അഭിപ്രായം, ഇത്തരം കലാപരിപാടികൾ പൂർവാധികം ഭംഗിയായി ദയവായിട്ട് മനോരമ നടത്തി വളരെ കരുത്തോടെ തുടരണം. ഞങ്ങൾക്ക് ചിരിക്കാൻ അവസരം തരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.